ഇതുണ്ട് ഒന്നും പറയാനില്ല. ബേസ് വേരിയന്റ് മുതൽ ഫുൾ ഓപ്ഷൻ വരെ ഇതാണ് ഫ്രണ്ട് ലുക്ക്, ഇതാണ് ഫ്രണ്ടിലെ ഫീച്ചേഴ്സും വരുന്നത്. അതായത് എക്സ്ഷോറൂം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നല്ല, ഓൺ റോഡ് വില ബേസ് വേരിയന്റ് സ്റ്റാർട്ടിങ് കുറിച്ച് വെച്ചോ 14,91,000 രൂപയിൽ നമുക്ക് കയ്യിൽ കിട്ടും എന്നുള്ളതാണ്. ഡെലിവറി കിട്ടും. 12.3 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ, 12.3 ഇഞ്ചിന്റെ MID, ഒരു 5 ഇഞ്ചിന്റെ AC കൺട്രോൾസ്. ഇത് മൂന്ന് നമുക്ക് ബേസ് വേരിയന്റ് മുതൽ ഫുൾ ഓപ്ഷൻ വരെ സ്റ്റാൻഡേർഡ് ആയി കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ പ്രൈസ് കൂടുതലാണ് എന്ന് തോന്നിയവരുണ്ടാവും. ഇനി ആർക്കും തോന്നിയിട്ടില്ലെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളത് വീഡിയോയിൽ പറയാറുണ്ട്, ഒരു അത്രയും മോട്ടുള്ളവർ എടുത്താൽ മതി, അല്ലെങ്കിൽ മുതലാവില്ല, പ്രൈസ് കൂടുതലാണ് എന്നുള്ളത്. എന്നാൽ അതിന്റെ മാറ്റം വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഗ്രാജുവലി ഇലക്ട്രിക് വാഹനങ്ങൾ അഫോർഡബിൾ റേറ്റിലേക്ക് വരും. പക്ഷേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. അതിന് അങ്ങനെ തോന്നാൻ കാരണം ഏറ്റവും പുതിയ കിയ സിറോസ് EV വന്നപ്പോഴാണ്. ഇതിന് പ്രൈസ് ചെയ്തിട്ടുള്ളത് എക്സ്ഷോറൂം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നല്ല, ഓൺ റോഡ് വില ബേസ് വേരിയന്റ് സ്റ്റാർട്ടിങ് കുറിച്ച് വെച്ചോ 14,91,000 രൂപയിൽ നമുക്ക് കയ്യിൽ കിട്ടും എന്നുള്ളതാണ്. ഡെലിവറി കിട്ടും. നമ്മുടെ കേരളത്തിൽ ഓൺ റോഡ് പ്രൈസ് ആണ് സ്റ്റാർട്ടിങ് പറഞ്ഞത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ബേസ് വേരിയന്റ് അല്ലേ എന്ന് ചിന്തിക്കും. നമ്മളിപ്പോൾ ഈ കാണുന്നത് ജസ്റ്റ് സെക്കൻഡ് വേരിയന്റ് ആണ്. പക്ഷേ A to Z ഒരു 90% ഫീച്ചറും കിയ ഈ ഒരു വേരിയന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു വേരിയന്റ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റ് ഞാൻ പറഞ്ഞ പ്രൈസിന്റെ ആണ് കേട്ടോ. ഇനി സെക്കൻഡ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ബാറ്ററി പാക്കിലാണ് സിറോസ് EV വന്നിട്ടുള്ളത്. ഒന്ന് 42 കിലോവാട്ടിന്റെ, അതിന്റെയാണ് ബേസ് വേരിയന്റിൽ കിട്ടുന്ന ആ പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്തത്. അതിന്റെ തന്നെ സെക്കൻഡ് വേരിയന്റ് ഈ നിൽക്കുന്ന മോഡലിലേക്ക് വരികയാണെങ്കിൽ 16,53,000 ഓൺ റോഡ് പ്രൈസ് സെക്കൻഡ് വേരിയന്റിന്. ഇനി നമ്മുടെ ഏറ്റവും ടോപ്പ് ഒരു ഫുൾ ചാർജ് 526 കിലോമീറ്റർ ഓടാൻ കഴിയുന്ന 51.4 കിലോവാട്ട് അവറിന്റെ ബാറ്ററി പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയന്റ് തൊട്ടാണ് ആ ഒരു പാക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഓൺ റോഡ് പ്രൈസ് 18,70,000 രൂപയാണ്. സോ ഈ ഒരു പ്രൈസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഞാൻ വിശദമായിട്ട് പറയാൻ പോവാണ്. ഞെട്ടാൻ തയ്യാറായി വീഡിയോ കണ്ടു. സിറോസ് EV നമ്മൾ ഐസ് കണ്ട പോലെ ലുക്കിലൊന്നും വലിയ വ്യത്യാസമില്ല. അതായത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഗ്രീൻ നമ്പർ പ്ലേറ്റ് മാത്രമേ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതുണ്ട് ഒന്നും പറയാനില്ല. ബേസ് വേരിയന്റ് മുതൽ ഫുൾ ഓപ്ഷൻ വരെ ഇതാണ് ഫ്രണ്ട് ലുക്ക്, ഇതാണ് ഫ്രണ്ടിലെ ഫീച്ചേഴ്സും വരുന്നത്. അതായത് LED ഹെഡ്ലാമ്പ് യൂണിറ്റ്, DRL, LED ഫോഗ് ലാമ്പ് യൂണിറ്റ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, ഇതൊക്കെ ബേസ് വേരിയന്റ് മുതൽ എടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. കിയ ഒരു ലേക്ക് കൊടുക്കുകയാണ്. അഗൈൻ നമ്മുടെ ഫുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്കിൽ നോക്കുകയാണെങ്കിൽ 360 ഡിഗ്രി ക്യാമറയും അഡാസിന്റെ ഒരു റഡാർ സിസ്റ്റം ഒക്കെ മുകളിൽ കാണും. അത് മാത്രമാണ് നമുക്ക് ഇതിൽ ഈ ഒരു സെക്കൻഡ് വേരിയന്റ് അത് കാണുന്നത്. എന്നാലും ബേസ് വേരിയന്റിലും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. വെറും 3 ഫീച്ചറാണ് ബേസ് വേരിയന്റും ഈ ഒരു സെക്കൻഡ് വേരിയന്റും തമ്മിൽ ചേഞ്ചസ് വരുന്നുള്ളൂ. അതാ സ്ഥലത്തുമ്പോൾ ഞാൻ പറയാം. അതിനു മുമ്പ് വേറെ സർപ്രൈസ് കൂടി നമ്മുടെ ഹുഡിന് താഴെ സിറോസ് EVക്ക് വരുന്നുണ്ട്. ഫ്രങ്ക് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ സിറോസ് EVയിൽ അത് ബേസ് വേരിയന്റ് മുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതും 70 ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് മുൻവശത്ത്. നിങ്ങൾ ഏത് ബാറ്ററി പാക്ക് എടുത്താലും ഏത് വേരിയന്റ് എടുത്താലും ബേസ് വേരിയന്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഹുഡ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ ഫ്രണ്ട് ലുക്ക് ബേസ് വേരിയന്റ് എടുത്താലും ഫുൾ ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് ഫുള്ളി ലോഡർ ആയിട്ട് കിട്ടും. വശങ്ങളിലേക്ക് വന്നാൽ അലോയ് വീൽസ് നമുക്ക് ബേസ് വേരിയന്റ് മുതൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് 17 ഇഞ്ച് വീൽസ് ആണ്. പക്ഷെ ബേസ് വേരിയന്റ് നമുക്ക് 16 ഇഞ്ച് ആയിരിക്കും എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം. ഇതും സെക്കൻഡ് വേരിയന്റ് ആണ്. പക്ഷെ ഇത് 17 കിട്ടാൻ കാരണം വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം 51.4 കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൽ 17 വരുന്നത്. അതല്ല നമ്മൾ 42 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് എടുക്കണമെങ്കിൽ എല്ലാം നമുക്ക് 16 ഇഞ്ച് വീലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ സൈഡിലായിട്ടാണ് ചാർജിങ് പോർട്ട് ഫിയൽ ഇടുന്ന പറയുന്നത്. ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത് DC ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 10 to 80% ആവാൻ ജസ്റ്റ് 39 മിനിറ്റ്സ് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. 100 കിലോവാട്ടിന് വരെ ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാഹനം കിയ സിറോസ് EV ആണ്. 4 വീലിലും ഡിസ്ക് ബ്രേക്കുകൾ വന്നിട്ടുണ്ട്. സോ അതും സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ബേസ് വേരിയന്റ് മുതൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. 9 കളേഴ്സിൽ സിറോസ് EV ലഭിക്കും. നമ്മൾ ഈ കാണുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ്. അവിടെ ഒരു വൈറ്റ് കാണാം. അതുപോലെ EVക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എക്സ്ലൈൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മാറ്റ് ഗ്രേഡ് ഫിനിഷ് കൂടി അവിടെ നിൽക്കുന്നതായിട്ട് കാണാം. അത് നമുക്ക് വേറെ ഒരു വാഹനത്തിലും കിട്ടത്തില്ല. ബേസ് വേരിയന്റ് മുതൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന മിറർ, അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്, റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. അതും അഗൈൻ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. റിയറിലേക്ക് വന്നാൽ LED ടൈൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ഒരു ഫീച്ചർ മിസ്സിംഗ് ആയിട്ടുള്ളത് നമുക്കിവിടെ LED ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നില്ല. അതാണ് HDX മുതലാണ് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് മാറുന്നത്. റിയർ പാർക്കിംഗ് സെൻസർ, അതുപോലെ തന്നെ ഒരു നമ്മുടെ സ്കിഡ് പ്ലെയിൻ്റെ ഏരിയയിലൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളാണ്. റിയർ വ്യൂ ക്യാമറ നമുക്കിത് ബേസ് വേരിയന്റിൽ ഇല്ലാത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ റിയർ വ്യൂ ക്യാമറ മാത്രമാണ്. ഇത് സെക്കൻഡ് വേരിയന്റ് തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 426 ലിറ്ററിന്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന സെക്കൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഫിക്സഡ് ഹെഡ് റെസ്റ്റും അതുപോലെ 60/40 സ്പ്ലിറ്റ് സീറ്റ് ലഭിക്കുന്നില്ല. നമുക്ക് ഒറ്റ പീസായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബൂട്ട് ക്യാരിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും നമുക്ക് സ്പെയർ വീൽ ഒഴിവാക്കുമ്പോൾ 16 ഇഞ്ചിന്റെ ഒരു സ്റ്റീൽ വീൽ നമുക്ക് സ്പെയർ വീലായിട്ടും കിയെന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറവായിട്ട് എക്സ്റ്റീരിയറിൽ നമുക്ക് കുറവായിട്ട് തോന്നുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡീഫോഗർ വൈപ്പറോ റിയറിലേക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും
അല്ലെ, അലോയ്സ് ഉണ്ട്, ഓൾ LED ലൈറ്റ്സ് ഉണ്ട്, റൂഫ് റെയിൽസ് ഉണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന മിറേഴ്സ് ഉണ്ട്. ഇനി എന്ത് വേണം, അങ്ങനെ എല്ലാം ലോഡറാണ് വന്നിട്ടുള്ളത്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ സൺഷെയ്ഡ് കർട്ടൻ സ്റ്റാൻഡേർഡ് ആണ്, ബേസ് വെയറിന് മുതൽ കിട്ടും. 4 പവർ വിൻഡോ സ്റ്റാൻഡേർഡ് ആണ്, ബേസ് വെയറിന് മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. 4 സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു ബേസ് വെയറിന് മുതൽ ലഭിക്കുന്നുണ്ട്. എഗെയിൻ ഒരു ലൈക്ക് കൊടുക്കുകയാണ്. ഇനി ഉള്ളിൽ സ്പേസ്, സീറോ സിവിയുടെ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്ന് ഇന്റീരിയർ സ്പേസ് ആണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഇഷ്ടം പോലെ സ്ഥല സൗകര്യം വരുന്ന ഒരു വാഹനമാണ്. ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് കാണാം. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. നമുക്ക് ആദ്യത്തെ 2 വേരിയൽ വെച്ചിട്ട് X മുതലാണ് നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും 60/40 സ്പ്ലിറ്റ് സീറ്റ് റിക്ലൈൻ ചെയ്യാനും അതുപോലെ സ്ലൈഡ് ചെയ്യാനൊക്കെ കഴിയുന്ന സീറ്റുകളൊക്കെ ആയിട്ട് മാറുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയർ AC വെന്റ്, 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാം. പാൻഡോമിക് റൂഫില്ല, അത് 3ാമത്തെ വേരിയന്റ് ആയിട്ടുള്ള HT-X മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു 14,90,000 നിങ്ങൾ ഇതുവരെ ഇംപ്രസീവ് ആണോ? നിങ്ങൾ ഞെട്ടിയോ? എന്നാൽ കമന്റ് ചെയ്ത് അറിയിക്കുക. ഇനി അടുത്ത ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് കയറുമ്പോൾ കാണിച്ചു തരാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്, 4 പവർ വിൻഡോയുടെ കൺട്രോളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന മിററിന്റെ കൺട്രോൾസ് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ക്യാബിൻ സ്പേസ് മാത്രമല്ല, നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ ഡ്രൈവിന്റെ സെലക്ടർ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്ക് എന്നിങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ 12.3 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ, 12.3 ഇഞ്ചിന്റെ MID, ഒരു 5 ഇഞ്ചിന്റെ AC കൺട്രോൾസ്, ഇത് 3 നമുക്ക് ബേസ് വേരിയന്റ് മുതൽ ഫുൾ ഓപ്ഷൻ വരെ സ്റ്റാൻഡേർഡ് ആയി കിട്ടുന്നുണ്ട്. അഗൈൻ ഒരു ലൈക്ക് കൊടുക്കുകയാണ്. അത് മാത്രമല്ല, വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ബേസ് വേരിയന്റിൽ 4 സ്പീക്കറും 2 തിയേറ്ററും വരുന്നുണ്ട്. 3ാമത്തെ വേരിയന്റ് മുതൽ അത് ഹർമന്റെ 8 സ്പീക്കറായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഡുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് നമുക്ക് ബേസ് വേരിയന്റ് മുതൽ സ്റ്റാൻഡേർഡ് ആയി കിട്ടുന്നുണ്ട്. ഇവിടെ MIDയുടെ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഭാഗത്ത് വന്നുള്ളത് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ്. ക്രൂസ് കൺട്രോൾ നമുക്ക് സെക്കൻഡ് വേരിയന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ ബേസ് വേരിയന്റിൽ മിസ്സിംഗ് ആയിട്ടുള്ള റിയർ വൈപ്പർ ഡിഫോവറിന് പുറമെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രൂസ് കൺട്രോൾ മാത്രമാണ് എന്നുള്ളതാണ്. ഡ്രൈവ് മോഡ്സ് കാണാം, സ്റ്റാൻഡേർഡ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ടോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മാപ്പുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എത്ര ദൂരം, ഇപ്പം ഞാൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ലൊക്കേഷൻ ഇട്ടാൽ ആ തൃശ്ശൂരിലേക്ക് എത്തുന്ന സമയം നമുക്ക് സാധാരണ മാപ്പിൽ കാണില്ല. എന്നാൽ സീറോ CV എടുക്കുന്നവർ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാപ്പ് ഇട്ട് എത്തുന്ന സമയം മാത്രമല്ല, അവിടെ എത്തുമ്പോൾ അതിൽ എത്ര ബാക്കി ചാർജ് ഉണ്ട് എന്ന് വരെ മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ്. കിഡിലും ഫീച്ചേഴ്സ് ആണ് വന്നുള്ളത്. പക്ഷേ അത് ബേസ് വേരിയന്റിൽ ഇല്ല കേട്ടോ. നമുക്കൊരു 3ാമത്തെ വേരിയന്റിലൊക്കെയാണ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ താഴേക്ക് വന്നാൽ ഫിസിക്കലായിട്ട് നമുക്ക് വോളിയം ബട്ടണും ഹോം, സെർച്ച് തുടങ്ങിയ കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലൈക്ക് കൊടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് EV എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാവരും വെറും ടച്ച് സ്ക്രീനിലേക്ക് എല്ലാം ഒതുക്കുന്ന സമയത്ത് കിഡിലിനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് വേരിയന്റ് മുതൽ വരുന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ഓട്ടോയുടെ 3 ലെവൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ താഴേക്ക് വന്നാൽ 100 വാട്ടിന്റെ C ടൈപ്പ് ചാർജിംഗ് പോർട്ടാണ് വന്നിട്ടുള്ളത്. ലാപ്ടോപ്പ് വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. 65 വാട്ട് മതി ലാപ്ടോപ്പ് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ 100 വാട്ടിൻ്റെ ഔട്ടാണ് തന്നിട്ടുള്ളത്. അത് കൂടാതെ ഒരു എക്സ്ട്രാ C ടൈപ്പ് ചാർജിംഗ് പോർട്ട്. സോ 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട് മുന്നിലും 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട് ബാക്കിലും സ്റ്റാൻഡേർഡ് ആണ്. ഏത് വേരിയന്റ് എടുത്താലും ആ ഫീച്ചർ കിട്ടുന്നുണ്ട്. സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ക്യാമറയുടെ ഒരു കൺട്രോൾ കാണാം. നമുക്ക് ടോപ്പിലേക്ക് പോകുമ്പോൾ 360 ക്യാമറ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഐസ് എഞ്ചിനിൽ കണ്ട പോലെ തന്നെ, അതായത് നോർമൽ പെട്രോൾ ഡീസലിൽ സിറോസിൽ കണ്ട പോലെ തന്നെ പുഷ് ചെയ്യാൻ കഴിയുന്ന 2 കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാം. അത് ക്ലോസ്ഡാണ് വന്നിട്ടുള്ളത്. സോഫ്റ്റ് ടച്ചിന്റെ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. താഴെ നിരവധി സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രാഷ് പാഡിന്റെ അവിടെ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ഒന്നും നമുക്ക് വലിയ മാറ്റമില്ല. നമ്മൾ സാധാരണ ഒരു വർഷമായിട്ട് കാണുന്ന സിറോസിൽ ഇതൊക്കെ ഉള്ളതാണ്. നമ്മൾ സെക്കൻഡ് വേരിയന്റ് കാണുന്നതുകൊണ്ട് തന്നെ മാനുവൽ ഡിമിങ് IRM വന്നിട്ടുണ്ട്. ഒരു സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട്. മാപ്പ് ലാമ്പ്, അത് LED അല്ല കൊടുത്തിട്ടുള്ളതൊക്കെ നമ്മുടെ പാൻഡോമിക് റൂഫ് കിട്ടുന്ന HT-X മുതൽ നമുക്ക് പുറകിലും ഫ്രണ്ടിലൊക്കെ LED മാപ്പ് ലാംപ്സും ആവുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ നമുക്ക് ഉള്ളിൽ വരുന്നുണ്ട്. സോ ഈ ആവുന്ന സമയത്ത് ബൂട്ട് സ്പേസ് കുറയുക, അതുപോലെ സ്റ്റോറേജ് ഏരിയ കുറയുക, നമുക്ക് പ്ലാറ്റ്ഫോം ഉയരുക, അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സീറോ CV അതും പൊളിച്ചെഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബൂട്ട് സ്പേസ് 426 വരുന്നുണ്ട്. ഫ്രണ്ട് സ്പേസ് 70 ലിറ്ററോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോറിലും സെൻട്രൽ കൺസോളിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആംറസ്റ്റ് ക്യാബിൻ സ്പേസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇനി ബേസ് വേരിയന്റിൽ, അതായത് 14,90,000 രൂപ ഓൺ റോഡ് വില കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ 42 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കാണ്. കമ്പനി പറയുന്നത് 442 കിലോമീറ്റർ ഓടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 50, 60, 70 കിലോമീറ്റർ കളഞ്ഞാലും നമുക്ക് അത്യാവശ്യം ഒരു 350 മുകളിലുള്ള റേഞ്ച് റിയൽ വേൾഡിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. കൂടാതെ നമുക്ക് വരുന്ന 51.4 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കാണ്. സെഗ്മെന്റ് ബെസ്റ്റ് ആയിട്ട് റേഞ്ച് പറയുന്നത് 526 കിലോമീറ്റർ എന്നുള്ളത്. പവർ ബാറ്ററി മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റേഞ്ച് ആങ്സൈറ്റി അവിടെ സോൾവ് ആവും എന്നുള്ളത് പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, ചാർജിങ് എത്ര പെട്ടെന്നാവും എന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, നമുക്ക് 39 മിനിറ്റ് മതി 10 to 80% ആവാനെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ തീർന്നു. പിന്നെ എല്ലാവരും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പേസ്. അതും ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ, ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്.
ഇനി അടുത്ത കാര്യം, ഇലക്ട്രിക് ഇപ്പോൾ എടുത്താൽ വിറ്റ വില കിട്ടും. ഒരു 2, 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ വില കിട്ടും എന്നുള്ളതാണ്. എന്നാൽ 3 വർഷം കഴിഞ്ഞാൽ 80% ഇതിന്റെ എക്സ്ഷോറൂമിന്റെ വില എന്ന് കിയ തന്നെ ബൈബാക്ക് ചെയ്യും എന്നുള്ള അഷുറൻസ് തരുന്നുണ്ട്. സോ അത് കണ്ടീഷൻസ് അപ്ലൈ ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ബൈ ചെയ്യുന്ന ഒരു സമയത്തിനനുസരിച്ച് ഇപ്പോൾ ഇൻട്രൊഡക്ടറി ആയിട്ടാണ് ഇത്ര 80% റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ ബൈബാക്ക് ഒരു ഗ്യാരണ്ടി ചെയ്യുന്നത്. ഏകദേശം അടുത്ത മാസം മുതലൊക്കെ അതിന്റെ ടേംസിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സോ ഈ സമയത്ത് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഇതൊരു ബെസ്റ്റ് ടൈമാണ്. പ്രത്യേകിച്ച് ബേസ് വേരിയന്റ് എന്ന് ഞാൻ പറയും. പേഴ്സണലി എനിക്ക് തന്നെ എടുത്താൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവറിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. റേഞ്ച് കാര്യങ്ങളെല്ലാം വന്നപ്പോൾ പെർഫോമൻസ് നമുക്ക് ഓടിച്ചാൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഓൺ പേപ്പർ 171 PS ആണ് നമുക്കിത് ഇതിന്റെ ഒരു ലോങ് റേഞ്ച് ബാറ്ററിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. അത് ഈ സെഗ്മെന്റ് ബെസ്റ്റ് ആണ്. അങ്ങനെ സെഗ്മെന്റ് ബെസ്റ്റ് ആയിട്ട് തന്നെ നിരവധി കാര്യങ്ങളാണ് കിയ സിറോസിൽ വന്നിട്ടുള്ളത്. എക്സൈറ്റഡ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കുഞ്ഞു വാഹനത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കിയ എന്നുള്ളതാണ്. സോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നമ്മുടെ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഇൻജോൺ കിയ ഷോറൂമുകളിലും നിങ്ങൾക്ക് വൈകാതെ സീറോ CV കാണാം, ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ എടുക്കാം. അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഓൺ റോഡ് പ്രൈസ് അറിയേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ എല്ലാ വേരിയന്റും ഓൺ റോഡ് പ്രൈസ് അറിയാനായിട്ട് പറ്റും. സോ എങ്ങനെയുണ്ട് സീറോ CV നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.